മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ തൗഹീദും ശിർക്കും തീരുമാനിച്ച് വിവരിച്ചു കൊടുക്കേണ്ടത് ഏതാ? ഇവരുടെ പണ്ഡിത സഭയാണ് ജംഇയ്യത്തുൽ ഉലമ. ജംഇയ്യത്തുൽ ഉലമ ചെയ്തത് എന്താണെന്നറിയോ? ശിർക്കല്ലാത്ത കാര്യം ശിർക്കാക്കി പ്രഖ്യാപിച്ചു. അങ്ങനെ അവരും മുശ്രിക്കായി. ഞാൻ പറയല്ല, മുജാഹിദ് ബാലുശ്ശേരിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തരാം, കേട്ടോളൂ. അയാൾ പറയട്ടെ. ജംഇയ്യത്തുൽ ഉലമ മുശ്രിക്കാക്കി, അവര് മുശ്രിക്കാവും ചെയ്യുന്നു. എന്തുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമ വിമർശിക്കപ്പെടുന്നു? അറിവില്ലാത്തവർ മുന്നിൽ വെച്ച് ഒരു പ്രധാനമായ വിധി മാറ്റിത്തിരുത്തി ശിർക്കല്ലാത്ത ശിർക്കാക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അള്ളാഹ് ശിർക്കാക്കാത്തൊരു കാര്യം ശിർക്കാക്കിയാലേ അള്ളാഹ് പങ്കേർക്കലാതെ. ഇത്തഖദു അഖ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ എന്ന സുന്നികളെ എതിരിൽ ഓതിയിരുന്ന ആയത്താണ് ഇപ്പോ ഓതുന്നതാരാ? നേരെ മറ്റേ ഗ്രൂപ്പില് മുജാഹിദുകളെ ഓതി ആയത്തോതി മുശ്രിക്കാക്കുക. വരട്ടെ. സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്ത് അമാനി വലിയ പരിഭാഷ വായിക്കും. അമാനി വലിയുടെ പരിഭാഷ എപ്പോഴും വായിക്കണ്ടേ, തഫ്സീർ നോക്കുന്നല്ല. അപ്പൊ ആകെ ഈ പരിഭാഷ, ഈ ലേഖനം അൽമനാറും തന്നെയല്ലേ ഇവരെ കയ്യിലുള്ളത്. എന്നിട്ട് പറയട്ടെ. അതായത് ശിർക്കല്ലാത്തൊരു കാര്യം ഒരാൾ ശിർക്കാക്കി, ഒരു നേതാവ്, എന്നിട്ട് അയാളെ കുറെ ആൾ പിന്തുടർന്നു, അത് ശിർക്കാന്ന് വിശ്വസിച്ചു. അവരത് പ്രചരിപ്പിച്ചാൽ അപ്രചരിപ്പിക്കുന്നവർ മുശ്രിക്കാവും. കാരണം അള്ളാന്റെ ഹുക്കുമിൽ പങ്കുചേർക്കാൻ ആ വിശ്വാസത്തോടെ ചെയ്താൽ, അത് പഠിപ്പിച്ചു കൊടുത്തിട്ടും ചെയ്താൽ. അപ്പൊ നമ്മളല്ലട്ടോ മുശ്രിക്കായത്, സ്വയം ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളല്ല, മറ്റൊരു സ്വയം ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മുശ്രിക്കായിക്കൊണ്ടിരിക്കുകയാണ്.